മെൻസ്ട്രേഷൻ ഈ 28 ഡേ കൂടുമ്പം അത് 28 ദിവസം കൂടുമ്പം കൃത്യമായിട്ട് വരുന്നതാണ് ഒരു നോർമൽ മെൻസ്ട്രേഷൻ എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് എന്താ പറയാൻ പറ്റും? ഈ 28 ഡേയ്സ് എന്ന് പറയുന്നത് ബേസിക്കലി 1 മന്ത്. അപ്പം ഈ 1 മന്തിൽ തന്നെ എല്ലാ മാസവും വരണം എന്നുണ്ടെങ്കിൽ നല്ലതാണ്, ഇല്ലെങ്കിൽ അത് മോശമാണ് എന്നത് ആക്ച്വലി തെറ്റാണ്. ബിക്കോസ് ഇപ്പൊ ഒരു റേഞ്ചാണ് പറയുന്നത്. അതെ, 28 എന്ന് 28 എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ഫിഗർ അല്ല പറയുന്നത്. ഇപ്പം നമുക്കൊരു റേഞ്ച് ഓഫ് ഡേയ്സ് പറയുന്നത് 24 തൊട്ട് 35 വരെ ആകാമെന്ന്. അപ്പം ആ ഒരു 35 ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ഇറ്റ് വിൽ സർപ്പാസ് 1 മന്ത്. 35 ഡേയ്സ് എന്ന് പറയുമ്പോൾ ഒരു 1 മന്തും പിന്നെ ഒരു കുറച്ചൊരു 10 ഡേയ്സും കൂടെ വരുന്നുണ്ട്. 10 അല്ല, ഒരു ഏകദേശം ഒരു 5 ഡേയ്സ് കൂടെ പ്ലസ് ആവുന്നുണ്ട്. അപ്പം ഇതിനുള്ളിൽ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം വന്നാൽ മതി. അതും ഈയിടെ ആയിട്ട് പറയുന്നത് ഇറഗുലർ സൈക്കിൾസ് ആണെങ്കിൽ കൂടെ 45 ഡേയ്സിനുള്ളിൽ വന്നാൽ കുഴപ്പമില്ലെന്നാ റെഗുലർ ആണെങ്കിൽ. അതെ, ഈ 45 ഡേയ്സിന് തന്നെ എല്ലാം പ്രാവശ്യവും വരുന്നുണ്ടെങ്കിൽ തന്നെ കുഴപ്പമില്ലെന്നാ പറയുന്നത്. സോ ഐ തിങ്ക് വി ഹാവ് ടു ഫോക്കസ് മോർ ഓൺ റെഗുലാരിറ്റി റാദർ ദാൻ ദിസ് ഫിഗറേറ്റീവ് എന്താ പറയുക, ഒരു മെൻസ്ട്രൽ സൈക്കിളിൽ ഫോക്കസ് ചെയ്യാതെ 45 ആണെങ്കിൽ തന്നെ എല്ലാ 45നും വരുന്നുണ്ടോ, 24 ആണെങ്കിൽ എല്ലാ 24 ഡേയ്സിലും വരുന്നുണ്ടോ, അതിനാണ് മോർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ബിക്കോസ് ദാറ്റ് മീൻസ് ദാറ്റ് ആ പെർട്ടിക്കുലർ നമ്പർ ഓഫ് ഡേയ്സിൽ നമ്മുടെ HPO ആക്സിസ് അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് വിൽ ഡിഫർ ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. യോസ് ക്യാൻ ബി 35, മൈൻ ക്യാൻ ബി 30, അനദർ പേഴ്സൺ അവർക്ക് 26 ആവാം. സോ അതിൽ തന്നെ ഒന്ന് എന്താ പറയുക, ആ ഒരു നമ്പർ ഓഫ് ഡേയ്സിൽ തന്നെ ആവറേജ് എടുക്കണം. നമ്മളൊരു 6 months ആവറേജ് എടുക്കണം, എന്നിട്ട് വേണം തീരുമാനിക്കണം. ഇപ്പോൾ ഒരാൾ പെട്ടെന്ന് ഒന്ന് ചോദിക്കണം, അല്ലെ ഒരാളല്ല ഗൈനക്കോളജിസ്റ്റ് ചോദിക്കണം എത്ര ദിവസത്തിനുള്ളിൽ വരുന്നുണ്ട് എന്ന് ചോദിക്കുമ്പം നമ്മൾ ചുമ്മാ ഒരു റാൻഡം ഫിഗർ പറയാൻ പാടില്ല. നമ്മുടെ 6 months എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ നോക്കിയിട്ട് അതിൻ്റെ ഒരു ആവറേജ് എടുക്കണം. ഇപ്പം 6 മാസത്തിൽ 4 മാസങ്ങളിൽ 28 ഡേയ്സിൽ വന്നിട്ടുണ്ട്, അടുത്ത 2 മാസത്തിൽ 30യും 35 ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവറേജ് എടുത്ത് പറയണം. അപ്പോൾ എപ്പോഴും ഒരു ആവറേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇൻ കേസ് നമ്മളിപ്പോൾ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ ആവറേജ് ഫിഗർ പറയുന്നതായിരിക്കും നല്ലത്. എപ്പോഴും എനിക്കും തോന്നിയിട്ടുണ്ട്, നമ്മൾ LMP ചോദിക്കുമ്പോഴും LMP ചോദിക്കുമ്പോഴും ഒക്കെ കുട്ടികളിങ്ങനെ എഴുതി വെച്ചിരുന്ന അവരുടെ കാര്യം എപ്പോഴും സെൽഫ് അവയർനെസ് നല്ലതാണ്. ഇപ്പൊ എല്ലാം ലാസ്റ്റ് പീരിയഡ്സ് ആയത് എന്നാന്ന് ചോദിക്കുമ്പോഴത്തേക്കും അറിയത്തില്ല, ഡേറ്റ് അറിയത്തില്ല. അതെ, അറ്റ്ലീസ്റ്റ് ഒന്ന് കലണ്ടറിലോ എവിടെയെങ്കിലും, ഫോണിൽ ഇപ്പൊ എല്ലാവരും കലണ്ടർ ഉണ്ട്, ഒത്തിരി ആപ്പ് ഉണ്ട്, നല്ല ആപ്പ് ഉണ്ട്. അതെ, അപ്പൊ അതിലേതെങ്കിലും ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ഓൾറെഡി ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു ആപ്പിൽ ഡേറ്റ് മാർക്ക് ചെയ്ത് വെച്ചിരുന്നാൽ മതി. സോ ദാറ്റ് അറ്റ്ലീസ്റ്റ് വെൻ ദേ ആസ്ക്, ഇപ്പം ഡേറ്റ് ഓർക്കാൻ കഴിയെങ്കിലും കൂടെ അറ്റ്ലീസ്റ്റ് ഫോണിൽ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കിയെങ്കിലും പറയത്തക്ക രീതിയിൽ എപ്പോഴും കരുതി വെക്കുന്നത് നല്ലതായിരിക്കും. അത്രയ്ക്ക് നമ്മൾ അങ്ങോട്ട് എന്താ പറയാ, ഒരു പല കാര്യത്തിനും നല്ലതാ. അത്രയും നമ്മുടെ സ്വന്തം കാര്യം നമ്മൾ അത്ര ഇഗ്നോർ ചെയ്യാൻ പാടില്ല. എപ്പോഴും നമുക്കൊരു സെൽഫ് അവയർനെസ് എപ്പോഴും നല്ലതാണ്. നമ്മുടെ സ്വന്തം കാര്യമെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്കൊരു ട്രാക്ക് വേണം. ട്രാക്ക് വേണം. അതെ, അതിന് നല്ലതാണ്.